എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ വയനാട് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഫാമിലി മണ്ഡലമായി മാറ്റുകയാണ്. ഇവിടെ കോൺഗ്രസ്സുകാർ ആരും ഇല്ലേ എന്നാണ്. അല്ല, അദ്ദേഹം വേറെ കാര്യം കൂടി ചോദിച്ചു, വയനാടുമായിട്ട് പ്രിയങ്ക ഗാന്ധിക്ക് എന്ത് ബന്ധമാണെന്ന് ചോദിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാജ്യത്ത് മുഴുവൻ ഈ വർഗീയതയ്ക്കെതിരായും ഫാസിസത്തിനെതിരായും പോരാടുന്ന മുന്നണി പോരാളിയാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി. നെഹ്റു കുടുംബത്തിന് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ട് അവർക്ക് എന്താണ് ബന്ധം ഇന്ത്യയോട്? ഇന്ത്യയുടെ ഹൃദയത്തിൽ അലിഞ്ഞുചേർന്ന ബന്ധമാണ് ആ ബന്ധമുള്ളത്. ഇദ്ദേഹം എവിടെ നിന്നാണ് രാജ്യസഭയിലായത്? ആ സംസ്ഥാനമായിട്ട് എന്തൊരു ബന്ധമായിരുന്നെന്നറിയോ? രാജ്യസഭാ മെമ്പറായപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഈ ഒരു വിരൽ നമ്മുടെ നേരെ ചൂണ്ടുമ്പോൾ ബാക്കിയുള്ള വിരലെല്ലാം സ്വന്തം നെഞ്ചത്തോട്ടാണ് ചൂണ്ടുന്നത്. കേരളത്തിൽ നിന്ന് ജയിച്ചിട്ടല്ലല്ലോ കേന്ദ്രമന്ത്രിയായത്, ഏതോ സംസ്ഥാനത്ത് പോയിട്ട് MP ആയിട്ടല്ലേ. ആ സംസ്ഥാനമായിട്ട് അദ്ദേഹത്തിന് എന്ത് ബന്ധമുണ്ടായിരുന്നു? അതിനേക്കാളൊക്കെ വലിയ ഹൃദയബന്ധം പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ കേരളത്തിനോടുണ്ട്. രണ്ട് മണ്ഡലത്തിനും കൂടി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുവാണ്. ഒന്ന് ചേലക്കരയും ഒന്ന് പാലക്കാടും. ഇപ്പോൾ പാലക്കാട് പല പേരുകളും കേൾക്കുന്നുണ്ട്, പിഷാരടിയുടെ പേര് കേൾക്കുന്നുണ്ട്, ചേലക്കരയും പല. എന്താണ് അതിൻ്റെ യഥാർത്ഥം? അത് നിങ്ങൾ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഓരോ പേര് നിങ്ങൾ തീരുമാനിച്ചു, നിങ്ങൾ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു. ഞങ്ങളിതുവരെ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഇതുവരെ കടന്നിട്ട് പോലുമില്ല, ആലോചിച്ചിട്ട് പോലുമില്ല. അവിടെ KPCC യോഗം 20-ാം തീയതി വെച്ചിട്ടുണ്ട്. അന്ന് തന്നെ UDF യോഗം വെച്ചിട്ടുണ്ട്. നടപടിക്രമങ്ങളുണ്ട്. ഈ എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞ് കോൺഗ്രസിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി ഉണ്ട്. ആ ഇലക്ഷൻ കമ്മിറ്റി കൂടി വരുന്ന പ്രപ്പോസൽസ് ഹൈക്കമാൻഡിന് അയച്ചിട്ട് കേന്ദ്ര നേതൃത്വമാണ് പേര് പ്രഖ്യാപിക്കേണ്ടത്. അതെങ്കിലും ഒന്ന് തീരുമാനിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് തരണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഉൾനാടന്റെ ഹർജിയിൽ മുഖ്യമന്ത്രി അടക്കമുള്ള എതിർകക്ഷികൾക്കും വീണയ്ക്കും ഹൈക്കോടതി അഭിഭാഷകം വഴി നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അല്ല, തീർച്ചയായിട്ടും ആ കേസ് വിജിലൻസ് തള്ളിയ സാഹചര്യത്തിൽ വിജിലൻസ് തള്ളിയത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ മാത്യു കുഴൽനാടൻ പാർട്ടിയുടെ അനുമതിയോടുകൂടി തന്നെ ഹൈക്കോടതിയിലേക്ക് പോയിട്ടുള്ളത്. ഹൈക്കോടതിയിൽ ആ കേസ് പോകും. ഒരു വിചാരണ കോടതിയിൽ തള്ളിക്കഴിഞ്ഞാൽ പിന്നെയുള്ള ഓപ്ഷൻ അപ്പീൽ പോവാണ്. ആ അപ്പീൽ ഫൈറ്റ് ചെയ്യും, നിയമപരമായി ഫൈറ്റ് ചെയ്യും ആ കേസ്. ഈ CPM പറയുന്ന പോലെ വ്യവഹാരി ശല്യക്കാരൻ തന്നെയായിരിക്കും. അല്ല, അദ്ദേഹം ഒരു കേസ് കൊടുത്തതിന് അദ്ദേഹത്തെ ശല്യക്കാരനായ വ്യവഹാരി എന്ന് വിളിക്കുന്നതിൻ്റെ കാര്യം എന്താ? ശല്യക്കാരനായ വ്യവഹാരി എന്ന് പറഞ്ഞാൽ നിരന്തരമായി കാണുന്നവർക്കെതിരെ എല്ലാം പരാതി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെയാണ് പറയുന്നത്. അങ്ങനെ മാത്യു കുഴൽനാടൻ ആർക്കെതിരായിട്ടാണ് ആവശ്യമില്ലാതെ പരാതി കൊടുത്തിരിക്കുന്നത്? അദ്ദേഹം ഒരു കേസ് കൊടുത്തു, അദ്ദേഹം അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ്. ആ കേസിൽ കണ്ടന്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ദൗർഭാഗ്യവശാൽ അത് വിജിലൻസ് കോടതി തള്ളിക്കഴിഞ്ഞാൽ പിന്നെ അപ്പീൽ പോകണ്ടേ? തെരഞ്ഞെടുപ്പിൽ അവരുടെ പരാജയത്തിനൊരു ഘടകമായിട്ടുണ്ടോ? ഉറപ്പായിട്ടും. കാരണം ഞങ്ങൾ ജനങ്ങളോട് ഇത് അഴിമതിക്കാരുടെ സർക്കാരാണ്, ജനങ്ങളെ മറന്നുപോയ സർക്കാരാണ്, മുൻഗണനകളില്ലാത്ത സർക്കാരാണ്, പാവങ്ങളെ മറക്കുന്ന സർക്കാരാണ്.